കേരള കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് കടന്നു. അതിനിടെ ജോസ് കെ മാണി കടുത്തുരുത്തി മത്സരിക്കുന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളും വരുന്നുണ്ട്. അല്ല, അപ്പോൾ അതിനകത്ത് ഒരു കാര്യമുള്ളത്, ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. അപ്പോൾ ഒരു സ്റ്റോറി വന്നു ഞാൻ തിരുവാമ്പാടില്ലാന്ന്, വേറൊരു സ്റ്റോറി വന്നു ചാലക്കുടിയില്ലാന്ന്, വേറൊരു സ്റ്റോറി പറഞ്ഞു കുട്ടനാടാന്ന് പറഞ്ഞു, ഇപ്പം ഇത് പറയുന്നത് കടുത്തുരുത്തിയിലാണ്. ഇപ്പം നിങ്ങൾ മെയ്യുന്ന സ്റ്റോറിക്കെല്ലാം ഞാൻ മറുപടി പറയണോ? അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അത് നിങ്ങളൊന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് നോക്കണം. എവിടെയോ നിങ്ങൾക്ക് ആ ന്യൂസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം. പക്ഷെ ഞാനിതൊന്നും ശ്രദ്ധിക്കാറില്ല. സന്തോഷം, നമുക്ക് എത്രയേ ഉള്ളൂ. ഏറെക്കാലം കേരള കോൺഗ്രസ് എമ്മിന്നല്ല. ഈ വനം വന്യജീവി വിഷയം, അതുപോലെ തന്നെ തെരുവുനായ ആക്രമണം, ഈ രണ്ട് വിഷയങ്ങളിൽ കേരള കോൺഗ്രസ് ഉയർത്തുന്ന ശബ്ദം അത് വീണ്ടും തുറന്നു പറയാൻ തയ്യാറാണ്. പക്ഷെ ഞാൻ ഇതിനകത്ത് ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പോൾ ബഫർ സോൺ വിഷയവുമായി ബന്ധപ്പെട്ട് അന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഇതിൻ്റെ ഈ ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ ഒരു മേഖലയിലുള്ള വീടും കണക്കൊക്കെ എടുക്കാനായിട്ട് റിമോട്ട് സെൻസിങ് ആണ് ആദ്യമേ തീരുമാനം. കേരള കോൺഗ്രസ് പബ്ലിക്കായിട്ട് പറഞ്ഞില്ലേ അത് റിമോട്ട് സെൻസിങ് അല്ല, നമുക്ക് വേണ്ടത് അത് ഗ്രൗണ്ട് ലെവലിൽ അതിൻ്റെ സെൻസസ് എടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഇൻവെൻട്രി എടുക്കണമെന്ന് പറഞ്ഞ് അതനുസരിച്ച് നിയമസഭയിൽ ചർച്ച വന്നതിന് ശേഷം അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയി. അത് ഏതെങ്കിലും ഒരു വകുപ്പിനെതിരെയാണോ? അപ്പം പലരും ഇപ്പം എവിടെയെങ്കിലും ഒരു ഭരണത്തിലിരിക്കുന്ന ഒരു പോഷക സംഘടന അവിടെ ഈ പറയുന്ന ഒരു ധർണ പോലീസ് സ്റ്റേഷന് മുമ്പിൽ നടത്തിയ ഉടനെ ആഭ്യന്തരമന്ത്രി അല്ലെങ്കിൽ അങ്ങനെയുള്ള വകുപ്പിനെതിരെയാണോ? അല്ലല്ലോ, അങ്ങനെ ചിന്തിക്കണ്ട.